ഷൂട്ട്സ് ലൈക്ക് എ ഡ്രീം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് എങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യണ ഫ്രേസസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. സോ അതുമാതിരിയുള്ള ഫ്രേസസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നും കൂടി ബെറ്റർ ആവും ചെയ്യും, കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു വാവ് ഫാക്ടറും ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എവ്രി വൺ. സോ ഷൂട്ട്സ് ലൈക്ക് എ ഡ്രീമിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് പെർഫെക്റ്റ്ലി, ഫീൽസ് അമേസിങ് ടു യൂസ് ഓർ സ്മൂത്ത് പെർഫോമൻസ്. ഇത് ഡിസ്ക്രൈബ് ചെയ്യണ ഒരു ക്യാമറേനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗണ്ണിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിനെ ആയിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഒരു ക്യാമറേനെ പറയുകയാണെങ്കിൽ ദിസ് ന്യൂ ഐഫോൺ ഷൂട്ട്സ് ലൈക്ക് എ ഡ്രീം. അടുത്ത ഫ്രേസാണ് നോക്ക് എ ഫ്യൂ ബക്സ് ഓഫ്. ഇതെൻ്റെ ഫേവറേറ്റ് ഫ്രേസാണ്. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ പ്രൈസ് ബൈ എ സ്മോൾ എമൗണ്ട്. കുറച്ച് വില കുറയ്ക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് കടയിൽ പോയിട്ട് പറയാം, ക്യാൻ യു നോക്ക് എ ഫ്യൂ ബക്സ് ഓഫ് ദ പ്രൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇഫ് ഐ പേ ഇൻ ക്യാഷ് ക്യാൻ യു നോക്ക് എ ഫ്യൂ ബക്സ് ഓഫ് ദ ടോട്ടൽ. അടുത്ത ഫ്രേസാണ് നെവർ സേ നെവർ. നെവർ സേ നെവറിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എനിത്തിങ് ക്യാൻ ഹാപ്പൺ. ഒരു നെഗറ്റീവായിട്ട് പറയണ ഒരാളോട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രേസ് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, യു മൈറ്റ് ട്രാവൽ ടു ദ UK, നെവർ സേ നെവർ. അടുത്ത ഫ്രേസാണ് ദ ഹോൾ ഷീ ബാങ്. ദ ഹോൾ ഷീ ബാങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ എൻറ്റയർ തിങ്. ഇപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മ ചോദിച്ചു എന്താ കഴിച്ചതെന്ന്. സോ യു വിൽ സേ വി ഓർഡേർഡ് പിസ്സ, ഡ്രിങ്ക്സ്, ഡെസേർട്ട്, ദ ഹോൾ ഷീ ബാങ്. അടുത്ത ഫ്രേസാണ് ടു കേറ്റർ ടു സമ്മൺ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് വാട്ട് സമ്മൺ വാണ്ട്സ് ഓർ നീഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഓൾവേസ് കേറ്റേഴ്സ് ടു ഹെർ കിഡ്സ് ടേസ്റ്റ് വെൻ കുക്കിംഗ്. അടുത്ത ഫ്രേസാണ് ഐ കനോട്ട് ഇമാജിൻ. സോ ഐ കനോട്ട് ഇമാജിൻ്റെ അർത്ഥം എന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന്. നിങ്ങൾ ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഐ കനോട്ട് ഇമാജിൻ എന്ന് പറയണേ. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ബിലീവ് ഓർ തിങ്ക് അബൌട്ട് സംതിങ് ബിക്കോസ് it feels too surprising. For example, I cannot imagine living in such a cold country. It's worth the visit. എന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ഥലത്ത് പോയാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോയിങ് ടു ദാറ്റ് പ്ലേസ് ഇസ് എ ഗുഡ് ഐഡിയ ബിക്കോസ് ഇറ്റ്സ് എൻജോയബിൾ, യൂസ്ഫുൾ ഓർ സ്പെഷ്യൽ. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ എവർ ഇൻ കൊച്ചി, ഫോർട്ട് കൊച്ചി ഇസ് വർത്ത് ദ വിസിറ്റ്. അടുത്ത ഫ്രേസാണ് സെയിം ഹിയർ. സെയിം ഹിയറിൻ്റെ അർത്ഥം എന്താ? മീ ടു, അല്ലെങ്കിൽ ഐ ഫീൽ ദ സെയിം വേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയാണ് ഐ എം ഫീലിംഗ് സോ ടയേർഡ് ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് പറയാം സെയിം ഹിയർ. അടുത്തതാണ് ഫൈനലി പേയിങ് ഓഫ്. ഇതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതിനും എഫേർട്ട് ഇട്ടതിനും നല്ല റിസൾട്ട് ഉണ്ടായി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ യുവർ ഹാർഡ് വർക്ക് ഓർ എഫേർട്സ് ആർ നൗ ബ്രിങ്ങിങ് ഗുഡ് റിസൾട്ട്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഫ്റ്റർ മന്ത്സ് ഓഫ് പ്രാക്ടീസ് ഹെർ സിംഗിങ് ഈസ് ഫൈനലി പേയിങ് ഓഫ്. അടുത്തതാണ് ബിഗ് സ്റ്റെപ്പ് അപ്പ്. ഇതിൻ്റെ മീനിങ് എന്താ? ഒരു സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് ദിസ് ജോബ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് അപ്പ് ഇൻ മൈ കരിയർ. ദാറ്റ് മീൻസ് എ ലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അറിയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ വെൻ ഐ വാസ് സ്ട്രഗ്ലിംഗ്. ദാറ്റ് മീൻസ് എ ലോട്ട്. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എനി ന്യൂസ് ഓൺ യുവർ എൻഡ്. ഈ ഫ്രേസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എനി ന്യൂസ് ഓൺ യുവർ എൻഡ്, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണ മാതിരിയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് ന്യൂസാണ്, എന്താണ് ഹാപ്പനിങ്, അങ്ങനെ ചോദിക്കണ മാതിരിയാണ് എനി ന്യൂസ് ഓൺ യുവർ എൻഡ്. അതുമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ കൊളീഗിന് ഡോക്യുമെൻറ്റോ പ്രോജക്റ്റോ കൊടുത്തു. അപ്പം അതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ചോദിക്കാം എനി ന്യൂസ് ഓൺ യുവർ എൻഡ്. കൊളീഗിന് നിങ്ങൾ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്തു. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ഷെയർഡ് ദ ഡോക്യുമെൻറ്റ്, എനി അപ്ഡേറ്റ്സ് ഓൺ യുവർ എൻഡ്. എല്ലാവർക്കും സം ഫോം ഓഫ് ആക്ടിവിറ്റി വേണം, ലൈക്ക് പെയിൻറ്റിങ്, ഡാൻസിങ്. അതിന് പറയണ ഫ്രേസാണ് എവ്രി വൺ നീഡ്സ് എ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്.
ഇത് നിങ്ങൾക്ക് ഹോബീസൊക്കെ പറയുമ്പോൾ മെൻഷൻ ചെയ്യാം. ആഫ്റ്റർ എ ലോങ് ഡേ അറ്റ് വർക്ക്, പെയിൻറ്റിങ് ഹെൽപ്സ് മീ ടു റിലാക്സ്. എവ്രി വൺ നീഡ്സ് എ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും ഒരു കാര്യം ഭയങ്കര സ്ട്രോങ് ആണ്, എക്സ്ട്രീമാണ്, സീരിയസ് ആണ്. ഇമോഷണലി ആവാം, ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം. അപ്പോൾ നിങ്ങൾക്ക് പറയാം പ്രിറ്റി ഇൻറ്റൻസ്. നിങ്ങളിപ്പോൾ ഒരു മൂവി കണ്ടു, അതിന് ഭയങ്കര ആക്ഷനും ഉണ്ട്, അതിന് ഭയങ്കര ഇമോഷൻസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറയാം ദ മൂവി വാസ് പ്രിറ്റി ഇൻറ്റൻസ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് പറയാം ദ വർക്കൗട്ട് വാസ് പ്രിറ്റി ഇൻറ്റൻസ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര ടയറിങ് ആണ്. അപ്പം നിങ്ങൾക്ക് പറയാം സൗണ്ട്സ് എക്സോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൊച്ച് രാത്രി മുഴുവൻ നേരെ ഇരുന്ന് പഠിച്ചു. ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഓൾ നൈറ്റ് ഫോർ ഹെർ എക്സാംസ്. അപ്പം നിങ്ങൾക്ക് പറയാം ദാറ്റ് സൗണ്ട്സ് എക്സോസ്റ്റിംഗ്. അടുത്ത ഫ്രേസാണ് കൗണ്ട് മീ ഇൻ ഫോർ നെക്സ്റ്റ് ടൈം. എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് മീ നെക്സ്റ്റ് ടൈം. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഒരു ട്രിപ്പിന് വിളിച്ചു, നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് പറയാം കൗണ്ട് മീ ഇൻ ഫോർ നെക്സ്റ്റ് ടൈം. യുവർ ഫ്രണ്ട് ഹാഡ് എ വീക്കെൻഡ് ട്രിപ്പ്, യു കുഡൻറ്റ് ഗോ. അപ്പം നിങ്ങൾക്ക് പറയാം കൗണ്ട് മീ ഇൻ ഫോർ നെക്സ്റ്റ് ടൈം. വാട്ട്സ് ദ ഡീലിൻ്റെ ഫ്രേസിൻ്റെ അർത്ഥം എന്താ? വാട്ട്സ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കണേ? ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്, യു ലുക്ക് അപ്സെറ്റ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം വാട്ട്സ് എ ഡീൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഓഫർ തന്നു, നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ടോക്ക് കൊടുക്കാനോ ഒരു ഓഫർ തന്നു. അപ്പം നിങ്ങൾ ചോദിക്കും വാട്ട്സ് എ ഡീൽ. ഇപ്പോൾ ഒരാൾ പറയാണ് നമുക്ക് ഈ വീട് റെൻറ്റിന് കൊടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? വാട്ട്സ് എ ഡീൽ. അതായത് എത്ര നമുക്ക് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. സോ ഓരോന്നും ഓരോ കോണ്ടെസ്റ്റ് അനുസരിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളൊരു നിങ്ങളുടെ ഫ്രണ്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കണതെന്ന് പകരം നിങ്ങൾക്ക് പറയാം വാട്ട്സ് എ ഡീൽ. അതുമാതിരി തന്നെ ഒരു ഓഫർ, ഒരു അഗ്രിമെൻ്റ് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം വാട്ട്സ് എ ഡീൽ എന്നും ചോദിക്കാം. ഫൈൻഡ് എ വേ ടു കോംപ്രമൈസ്. ഈ ഫ്രേസിൻ്റെ അർത്ഥം എന്താ? ടു റീച്ച് എൻ അഗ്രിമെൻറ്റ് where both sides give up something they want in order to settle a disagreement. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഐ വാണ്ടഡ് പിസ്സ, മൈ ഫ്രണ്ട് വാണ്ടഡ് ബർഗേഴ്സ്. സോ വി ഫൗണ്ട് എ വേ ടു കോംപ്രമൈസ്, വി ഓർഡേഡ് ബോത്ത് ആൻഡ് ഷെയർഡ്. അതായത് ഞങ്ങൾ രണ്ടും ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ആയില്ലേ? ദാറ്റ്സ് കമൻറ്റബിൾ. അതിൻ്റെ അർത്ഥമാണ് ദാറ്റ്സ് അഡ്മയറബിൾ. അതായത് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇംപ്രസീവാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹെൽപ്പ് യുവർ സ്റ്റുഡൻസ് വിത്ത് ഫ്രീ ക്ലാസ്സസ്. അപ്പം നിങ്ങൾക്ക് പറയാം ദാറ്റ്സ് കമൻറ്റബിൾ. ഗുഡ് വേർഷൻ്റെ അർത്ഥം എന്താ? ഇതിനെക്കാട്ടും ബെറ്ററാണ്, ഹയർ ക്വാളിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ബിക്കെയിം എ ഗുഡ് വേർഷൻ ഓഫ് ഹെർസെൽഫ് ആഫ്റ്റർ പ്രാക്ടീസിങ് മെഡിറ്റേഷൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് ആ പുള്ളിക്കാരത്തി മെഡിറ്റേഷനും സെൽഫ് ഡിസിപ്ലിനും ചെയ്തപ്പം ഒന്നും കൂടി ബെറ്റർ ആയെന്നാണ് അർത്ഥം. ഐ എം നോ വേ നിയർ യുവർ ഡൂഡിൽ സ്കിൽസ്. അപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ പറയണേക്കാട്ടും മുമ്പ് ഡൂഡിൽ സ്കിൽസ് എന്താണെന്ന് പറയാം. ഡൂഡിൽ സ്കിൽസ് എന്ന് വെച്ചാൽ എബിലിറ്റി ഇൻ ഡ്രോയിങ് ആണ്. സോ ഐ എം നോ വേ നിയർ യുവർ ഡൂഡിൽ സ്കിൽസ് എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ അത്ര പോരാ, നിനക്കാണ് എന്നേക്കാട്ട് കഴിവുള്ളത് വരയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആരെങ്കിലും പറയാണ് വാവ് യുവർ സ്കെച്ചസ് ആർ അമേസിങ്. അപ്പം നിങ്ങൾക്ക് പറയാം ഐ എം നോ വേ നിയർ യുവർ ഡ്യൂഡിൽ സ്കിൽസ്. സ്വീറ്റ് ടൂത്തിൻ്റെ അർത്ഥം എന്താ? സ്ട്രോങ് ലൈക്കിങ്, മധുരത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളോട് ചോദിക്കാം ഡു യു ഹാവ് എ സ്വീറ്റ് ടൂത്ത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയാണ് ഐ ഹാവ് എ സ്വീറ്റ് ടൂത്ത് സോ ഐ ക്യാൻ നെവർ സേ നോ ടു ഐസ്ക്രീം. ഗെറ്റ് ഇൻ ടു ഷേപ്പിൻ്റെ അർത്ഥം എന്താ? ഫിസിക്കലി ഫിറ്റ് ആവുക അല്ലെങ്കിൽ ഹെൽത്തി ആവുക, യൂഷ്വലി ബൈ എക്സസൈസിങ് അല്ലെങ്കിൽ ഈറ്റിംഗ് വെൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ ജിം ടു ഗെറ്റ് ഇൻ ടു ഷേപ്പ്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാൻ ഭയങ്കര എക്സോസ്റ്റഡായി. അതിന് പകരം നിങ്ങൾക്ക് പറയാം ഐ എം വൈപ്ഡ് ഔട്ട്. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ വർക്കിംഗ് ഓൾ ഡേ ഐ എം കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്. ഐ എം ഓണേർഡ്. ഇതിൻ്റെ അർത്ഥം എന്താ?
യു ഫീൽ പ്രൗഡ് ഓർ റെസ്പെക്റ്റഡ് ഫോർ സംതിങ്. അതായത് നിങ്ങൾക്കൊരു അവാർഡ് ലഭിച്ചു, അപ്പം നിങ്ങൾക്ക് പറയാം ഐ എം ഓണേർഡ് ടു റിസീവ് ദിസ് അവാർഡ്.